ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12ആയി. ടീച്ചറുടെ വയസ്സ് കാണുക. ഇപ്പം നമുക്ക് എണ്ണം ശരാശരി 2 പട്ടികയായിട്ട് എഴുതുക. ക്ലാസ്സിലെ 35 കുട്ടികൾ, എണ്ണത്തിൻ്റെ അവിടെ 35 എന്ന് എഴുതി. കുട്ടികളുടെ ശരാശരി വയസ്സ് 11ആണ്, ശരാശരിയുടെ അവിടെ 11 എഴുതി. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ പറഞ്ഞാൽ എണ്ണം ടീച്ചറുടെ ഒന്നും കൂടി കൂട്ടുമ്പോൾ 36 എന്നായി. അപ്പോഴത്തെ ശരാശരി 12ആയി. നമുക്ക് കണ്ട് ടീച്ചറുടെ വയസ്സാണ്. ടീച്ചറുടെ വയസ്സ് കാണാൻ ഇത് കുട്ടികളുടെ മാത്രമാണ്, ഇത് ടീച്ചറുടെയും കുട്ടികളുടെയും കൂടിയാണ്. അപ്പോൾ ഈ എണ്ണത്തിനെ, വലിയ എണ്ണം ടീച്ചറും കുട്ടികളും കൂടി എണ്ണം എന്താണ്, അതിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. കുട്ടികളുടെ എണ്ണത്തിനെ മാത്രം അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. ആദ്യത്തെ നിന്ന് രണ്ടാമത്തെ കുറച്ചാൽ മതി. അപ്പോൾ വലിയ എണ്ണം എത്ര? 35, 36. വലുത് 36 ഇൻറ്റു അതിൻ്റെ ശരാശരി 12. കുറയ്ക്കണം. ചെറിയ എണ്ണം 35, അതിൻ്റെ ശരാശരി 11. ഇത് നമുക്കൊരു എളുപ്പ വഴിയിൽ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ 2 സംഖ്യകൾ ഗുണിച്ചിരിക്കുകയാണ്, ഇവിടെ 2 സംഖ്യകൾ ഗുണിച്ചിരിക്കുകയാണ്, ഇതൊന്ന് കുറയ്ക്കുകയാണ്. ഈ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ സംഖ്യയേക്കാൾ 1 കുറവാണ്, ഇവിടെ 36നേക്കാൾ 1 കുറവാണ്. അതുപോലെ അടുത്ത സംഖ്യ അതെ 12നേക്കാൾ 1 കുറവാണ് 11. ഇതിൻ്റെ ഉത്തരം കാണാൻ ശരിക്കും 36 ഇൻറ്റു 12 ഗുണിക്കണം, 35 ഇൻറ്റു 11 ഗുണിക്കണം. ആദ്യത്തെ ഉത്തരത്തിന് രണ്ടാമത്തെ ഉത്തരം കുറയ്ക്കണം. പക്ഷേ ഈ രീതിയിൽ വന്ന ഒരു എളുപ്പ വഴിയുണ്ട്. ഇതിലത്തെ ഈ 4 സംഖ്യകൾ വെച്ച് ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. എത്രയാണ്? 36. ഇതിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. എത്രയാണ്? 11. അത് രണ്ടും കൂടി കൂട്ടിയാലും മതി. ഉത്തരം 47 ടീച്ചറുടെ വയസ്സ്.